ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എഗ്ഗ് നൂഡിൽസിൻ്റെ റെസിപ്പിയായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് വെള്ളവും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ചൂടായി വന്ന വെള്ളത്തിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞുടഞ്ഞ് വരും. ഇത് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 1/4 വേവ് ആയാൽ മതി, നന്നായിട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയാൽ ഇത് പൊട്ടിപ്പോകും. ഒരു 1/4 വേവ് ആയതിനു ശേഷം ഇത് വാങ്ങി വെക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കുറച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടും ഇത്. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്ത് അതും കൂടി അരിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം തണിയാനായി മാറ്റി വെക്കണം. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിന് ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള, ഇഞ്ചി, ഒരു 4 ചെറിയ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ സോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ്, അതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്കം, കാബേജ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസൊക്കെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. എല്ലാം വളരെ നേർങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കണം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെന്തൊടയാൻ പാടില്ല. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്തെടുത്ത നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ഫ്ലേവറിനായി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഉപ്പിൻ്റെ അംശം ഉണ്ടാകും, അതുകൊണ്ടാണ് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉപ്പ് കുറവാണ് മിക്സ് ടേസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസാണിത്. ഇതിനി മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ നൂഡിൽസിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എഗ്ഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് കഴിക്കാൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.